ഇന്ത്യൻ രാഷ്ട്രീയത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി വിട്ട ബി.ജെ.പിയിൽ ചേക്കേറിയ രാജ്യസഭാ എം.പി രാഘവ് ഛത്തയ്ക്കെതിരെ പ്രതിഷേധം കനക്കുന്നു. രാഷ്ട്രീയ ധാർമ്മികതയുടെ പേര് പറഞ്ഞ് കളം മാറിയ ഛത്തയെ രൂക്ഷമായ ഭാഷയിലാണ് പ്രമുഖ നടൻ പ്രകാശ് രാജ പരിഹസിച്ചത്. ഛത്തയുടെ ബി.ജെ.പി പ്രവേശനത്തെ അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘത്തിൽ ചേരുന്നതിനോടാണ് പ്രകാശ് രാജ് ഉപമിച്ചത്. കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ആശയത്തിൽ നിന്ന് പോലീസ് സേന വ്യതിചലിച്ചതിനാൽ ഞാൻ അവിടം വിടുന്നു, പകരം ദാവൂദ് ഇബ്രാഹിമിനൊപ്പം ചേരുന്നു രാഘവ് ഛത്തി എന്നായിരുന്നു പ്രകാശ് രാജിന്റെ എക്സ് പോസ്റ്റ്. ആം ആദ്മി പാർട്ടി അതിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതിനാലാണ് താൻ പാർട്ടി വിടുന്നതെന്ന രാഘവ് ഛത്തയുടെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയായിരുന്നു ഈ പരിഹാസം. സോഷ്യൽ മീഡിയയിൽ വലിയ സ്വാധീനമുള്ള യുവ നേതാവായിരുന്ന രാഘവ് ഛത്തയ്ക്ക് തന്റെ പുതിയ തീരുമാനത്തിന് വലിയ വിലയാണ് നൽകേണ്ടി വരുന്നത്. ബി.ജെ.പി പ്രവേശനം പ്രഖ്യാപിച്ച വെറും 24 മണിക്കൂറിനുള്ളിൽ 10 ലക്ഷത്തിലധികം പേരാണ് അദ്ദേഹത്തെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തത്. വെള്ളിയാഴ്ച 14.6 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ശനിയാഴ്ച ഉച്ചയോടെ അത് 13.2 മില്യണായി കൂപ്പുകുത്തി. ഓരോ മണിക്കൂറിലും ആയിരക്കണക്കിന് പേരാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് വിട്ടുപോകുന്നത്. യുവതലമുറയുടെ പ്രത്യേകിച്ച് ജെൻസി വിഭാഗത്തിന്റെ വലിയ പിന്തുണ ഛത്തയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ആദർശ രാഷ്ട്രീയം പറഞ്ഞ് അധികാരത്തിലെത്തിയ ഒരാൾ പെട്ടെന്ന് ബി.ജെ.പിയിലേക്ക് ചേക്കേറിയത് യുവാക്കൾക്കിടയിൽ വൻ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അൺഫോളോ രാഘവ് ഛത്ത എന്ന ഹാഷ്ടാഗ് ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ട്രെൻഡിംഗ് ആയി മാറിക്കഴിഞ്ഞു. കേവലം ഒരു അൺഫോളോ ചെയ്യലിൽ ഒതുങ്ങുന്നതല്ല ഈ പ്രതിഷേധം. ബി.ജെ.പിയിൽ ചേരുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി.ജെ.പി സർക്കാരിനെയും വിമർശിച്ചുകൊണ്ട് ഛത്ത മുൻപ് പങ്കുവച്ചിരുന്ന എല്ലാ പോസ്റ്റുകളും അദ്ദേഹം നീക്കം ചെയ്തിരുന്നു. ഈ നടപടിയും വ്യാപകമായി വിമർശിക്കപ്പെടുന്നുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള ആം ആദ്മി പാർട്ടിയുടെ കരുത്തരായ 7 രാജ്യസഭാ എം.പിമാരാണ് കഴിഞ്ഞ ദിവസം കൂട്ടത്തോടെ രാജി പ്രഖ്യാപിച്ചത്. രാഘവ് ഛത്തയ്ക്കൊപ്പം അശോക മിത്തൽ, സന്ദീപ് പഥക് തുടങ്ങിയ പ്രമുഖരും എ.പി ബന്ധം അവസാനിപ്പിച്ച ബി.ജെ.പി പാളയത്തിലെത്തി. ഇതോടെ രാജ്യസഭയിൽ 10 എം.പിമാരുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടിയുടെ അംഗബലം വെറും 3 ചുരുങ്ങി. അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വസ്തനായിരുന്ന രാഘവ് ഛത്തയുടെ മാറ്റം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാണ്. ബി.ജെ.പി വീണ്ടും പഞ്ചാബിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് കെജ്രിവാൾ പ്രതികരിച്ചു. ജനവിധി അട്ടിമറിക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ബി.ജെ.പിയുടെ കുപ്രസിദ്ധമായ ഓപ്പറേഷൻ താമരയാണ് പഞ്ചാബിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് എ.പി നേതാവ് സഞ്ജയ് സിംഗ് ആരോപിച്ചു. പഞ്ചാബ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി ശ്രമിക്കുന്നത്. ഇതിനായി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇ.ഡി, സി.ബി.ഐ തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് നേതാക്കളെ ഭീഷണിപ്പെടുത്തിയാണ് ബി.ജെ.പി ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. രാഘവ് ഛത്തയ്ക്കെതിരെയും സമാനമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായോ എന്ന ചോദ്യം ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാണ്. ലണ്ടനിലെ തന്റെ പഠനകാലം മുതൽ എ.പിയുടെ ഭാഗമായ ഛത്ത പാർട്ടിയുടെ സാമ്പത്തിക കാര്യങ്ങളിലും ദേശീയ നയങ്ങളിലും വലിയ പങ്ക് വഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള കൂടുമാറ്റം പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. ഛത്തയുടെ വഞ്ചനയെ പാർട്ടി അണികൾ സോഷ്യൽ മീഡിയയിൽ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ്. പഞ്ചാബിലെ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ രാജ്യസഭയിൽ ശക്തി വർദ്ധിപ്പിക്കാൻ എ.പിക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരേ സമയം 7 പേർ കൂടുമാറിയത് ബി.ജെ.പിയുടെ ആസൂത്രിതമായ നീക്കമായാണ് കാണപ്പെടുന്നത്. രാജ്യസഭയിൽ നിർണായകമായ ബില്ലുകൾ പാസാക്കിയെടുക്കാൻ ബി.ജെ.പിക്ക് ഈ അംഗബലം സഹായകമാകും. രാഘവ് ഛത്തയുടെ ചുവടുമാറ്റത്തിന് പിന്നാലെ നടി പരിനീതി ചോപ്രയ്ക്കെതിരെയും സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഛത്തയുടെ ഭാര്യയായ പരിനീതിയും ഈ തീരുമാനത്തിൽ പങ്കാളിയാണെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. എന്നാൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പാടില്ലെന്ന് ചൂണ്ടിക്കാട്ടി മറ്റൊരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. മുൻപ് ബി.ജെ.പിയും മോദിയെയും കടന്നാക്രമിച്ചുകൊണ്ട് ഛത്ത നടത്തിയ പ്രസംഗങ്ങളുടെ വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. അവസരവാദി രാഷ്ട്രീയത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് രാഘവ് ഛത്ത എന്ന് തുടങ്ങുന്ന കമന്റുകൾ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾക്ക് താഴെ നിറയുകയാണ്. തന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ വന്ന മാറ്റത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ഛത്ത വരും ദിവസങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം ഛത്തയെ ഡൽഹിയിലെ പാർട്ടിയുടെ പ്രധാന മുഖമായി ഉയർത്തിക്കാട്ടാനാണ് ശ്രമിക്കുന്നത്. പഞ്ചാബിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഈ കൂടുമാറ്റം കാരണമാകും. ഭഗവന്ത് മാൻ സർക്കാരിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ബി.ജെ.പിക്ക് ഇത് അവസരമൊരുക്കും. എന്നാൽ ജനങ്ങൾ വഞ്ചകരെ തിരിച്ചറിയുമെന്ന് എ.പി നേതൃത്വം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ ഛത്തയെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും വൻതോതിലുള്ള അൺഫോളോ ചെയ്യലുകൾ അദ്ദേഹത്തിന്റെ PR ടീമിനെ ആശങ്കയിലാക്കുന്നു. ഒരു രാഷ്ട്രീയ നേതാവിന് ലഭിക്കുന്ന ഇത്രയും വലിയ തിരിച്ചടി സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. പ്രകാശ് രാജിനെ പോലെയുള്ള സാംസ്കാരിക പ്രവർത്തകരുടെ പ്രതികരണം ഈ വിഷയത്തിന് കൂടുതൽ മാനങ്ങൾ നൽകി. രാഷ്ട്രീയക്കാർ തങ്ങളുടെ നിലപാടുകളിൽ കാണിക്കുന്ന ഇരട്ടത്താപ്പിനെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കാൻ പ്രകാശ് രാജിന്റെ പരിഹാസം കാരണമായി. ദക്ഷിണേന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള നിരവധി താരങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരെ ഛത്തയുടെ തീരുമാനത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്.
രാഷ്ട്രീയത്തിൽ ആദർശങ്ങൾക്കും മൂല്യങ്ങൾക്കും ഇനി സ്ഥാനമില്ലേ എന്ന ചോദ്യമാണ് ഈ സംഭവം ഉയർത്തുന്നത്. AAPയുടെ 3 MP മാത്രം ശേഷിക്കുന്ന രാജ്യസഭയിൽ പാർട്ടിയുടെ ശബ്ദം ദുർബലമാകാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ AAP വിടുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. രാഘവ് ചദ്ദയുടെ BJP പ്രവേശനം വെറുമൊരു പാർട്ടി മാറ്റമല്ല, മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ധാർമ്മികതയുടെ തകർച്ചയുടെ സൂചനയാണെന്നാണ് പൊതുവായ വിലയിരുത്തൽ. ജനങ്ങൾ നൽകിയ പിന്തുണയെ അധികാരത്തിനു വേണ്ടി പണയം വെച്ചുവെന്ന ആരോപണം ചദ്ദയെ വേട്ടയാടിക്കൊണ്ടിരിക്കും.